അസ്സലാമലൈക്കും കൂട്ടുകാരെ, നമുക്കൊക്കെ ഓരോരോ ആഗ്രഹങ്ങൾ നിറവേറാനും ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു അമല് നമ്മൾ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു പ്രതിഫലം തന്നെ ഉണ്ടാവും. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ്. അതുപോലെ ഒരുപാട് നമ്മുടെ മുൻഗാമികളായ സഹാബിമാരും ഔലിയാക്കളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ടിപ്സാണ് ഇത്. നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ഈ ഒരു അമലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വള്ളുഹ കൊണ്ടുള്ള ഒരു ടിപ്സാണ്. വള്ളുഹ സൂറത്ത് നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ജീവിതം ഇരുട്ടിലായി മറിയുമ്പോൾ നമുക്ക് ഒരു കൈത്താങ്ങാണ്, വെളിച്ചത്തിലേക്ക് ജീവിതം വരാനായിട്ട്. വള്ളുഹ കൊണ്ട് നമുക്ക് നടക്കാത്തതായിട്ടൊന്നും തന്നെയില്ല. വള്ളുഹ സൂറത്ത് പ്രഭാതത്തിലും അതുപോലെ സന്ധ്യാസമയത്തും 7 വട്ടം നമ്മൾ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ, സുബഹിക്ക് ശേഷവും മഗ്‌രിബിന് ശേഷവും പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. നമ്മുടെ ജോലിയിൽ കയറ്റമുണ്ടാവും, ഭർത്താവിൻ്റെ സാലറിയിൽ കയറ്റമുണ്ടാവും സ്ത്രീകളാണ് ഓതുന്നതെങ്കിൽ. അതുപോലെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടും. വിവാഹം കഴിയാത്ത മക്കളുണ്ടെങ്കിൽ വിവാഹം റെഡിയാവും, പ്രയാസങ്ങൾ മാറിക്കിട്ടും, നമുക്ക് ജീവിതത്തിൽ ഒരു കൈത്താങ്ങായി മാറും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. അതുപോലെ വള്ളുഹ സൂറത്ത് നമ്മൾ 40 വട്ടം പാരായണം ചെയ്തിട്ട് വെള്ളത്തിൽ ഓതി മന്ത്രിച്ച് കഴിഞ്ഞാൽ നമ്മളെ നേരെ ഒന്നും ചിലവിനൊന്നും തരാത്ത ഭർത്താവും, അതുപോലെ നമ്മളെ ഒരു കാര്യത്തിൽ സ്നേഹിക്കാത്ത ഭർത്താവും ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ 40 വട്ടം ഈ ഒരു വള്ളുഹ സൂറത്ത് ഓതിയിട്ട് ഇശ്ഫി പറഞ്ഞ് മന്ത്രിച്ചിട്ട് ആ ഒരു ഭർത്താവ് അറിയാതെ കുടിക്കാനും ഭക്ഷണത്തിലൊക്കെ ചേർത്തിട്ട് കൊടുത്താൽ ഭർത്താവ് പിന്നെ മക്കളെയും ഭാര്യയെയും പൊന്നുപോലെ നോക്കും. ചിലവിനൊക്കെ തന്നിട്ട് നല്ല സ്നേഹത്തോടെ ബഹുമാനത്തോടെ നമ്മളെ പരിചരിക്കും. ഇതിലും വലുത് നമുക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ ഈ ഒരു വള്ളുഹ ഇത്രക്ക് പവർഫുള്ളാണ്. ഈ ഒരു വള്ളുഹ സൂറത്ത് കൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾ ആദ്യം ഇസ്തിഗ്ഫാർ ചൊല്ലുക, എന്നിട്ട് ഒരു വള്ളുഹ സൂറത്ത് ഓതുക. അതിന് മുന്നേ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം കേട്ടോ. എന്നിട്ട് വള്ളുഹ സൂറത്ത് ഓതുക. വള്ളുഹ സൂറത്ത് ഓതിയ ശേഷം വലസൗഫ യുഅ്തിക റബ്ബുക ഫതർല എന്നൊരു ആയത്ത്, നമ്മുടെ വള്ളുഹയിലുള്ള 5-ാമത്തെ ആയത്താണ്. ഈ ഒരു ആയത്ത് നിങ്ങൾ പാരായണം ചെയ്യുക 100 പ്രാവശ്യം. ആ ഒരു നിസ്കാരപ്പായയിൽ എന്നിട്ട് നിങ്ങളുടെ ആവശ്യം മനസ്സിൽ കൊണ്ടുവന്നിട്ട് 100 പ്രാവശ്യം പാരായണം ചെയ്യുക. ശേഷം നിങ്ങൾ ഒരു വള്ളുഹ സൂറത്ത് ഓതുക. അതിനുശേഷം സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് പടച്ച റബ്ബിനോട് നിങ്ങളങ്ങ് ആവശ്യം പറയുക. കൈകൾ 2 ഉയർത്തി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. നടക്കും, ഉറപ്പായിട്ടും നമ്മുടെ ആഗ്രഹം നടക്കും. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കൂ. ഒരു ദിവസമൊന്നും ചെയ്താൽ പോരട്ടോ, ഒരുപാട് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തോ. ഒരു ദിവസം ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ദുആയ്ക്ക് ഉത്തരം കിട്ടിയാലും നിങ്ങൾ നിർത്തരുത്. ഇത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക. ഒരുപാട് ഐശ്വര്യങ്ങൾ നമ്മളെ തേടി വരും ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും ജീവിതത്തിൽ ഉപകാരപ്പെടും. 100% ഉറപ്പാണ്. ഇത് ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്ക് ഇൻഷാ അല്ലാഹ്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും കൂടി ഉപകാരപ്പെടട്ടെ. അസ്സലാമു അലൈക്കും.